മെറീന നേരത്തെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ പറഞ്ഞ പോലെ ഈ ഹെയറിന്റെ കേളി ഹെയർ, ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കേളി ഹെയർ റുട്ടീൻ വന്നത്. എല്ലാവരും കേളി ഹെയർ ഇങ്ങനെ ഫ്ലോണ്ട് ചെയ്യുന്നത് ട്രെൻഡായി, എല്ലാവരും ഫ്ലോണ്ട് ചെയ്യും. അല്ലാത്തവര് പോലും ഒരിക്കലും കൂടെ കേളി ഹെയർ വേണം എന്നൊക്കെ തോന്നും. അപ്പോ ആദ്യ സമയത്തൊക്കെ ഇങ്ങനെ കേളി ഹെയർ ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ആളുകൾ ജഡ്ജ്മെന്റിലാവാറുണ്ട്. ഒരു സ്റ്റീരിയോ ടൈപ്പിക്കൽ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ പറയാറുണ്ടല്ലോ. ഇതേപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണ് അങ്ങനെയൊക്കെ കുറെ പറയാറുണ്ട്. അപ്പോ അങ്ങനത്തെ കമന്റ്സും മെറീനനെ ബാധിക്കുന്നതായിരുന്നോ അതോ ബാധിക്കാത്തതായിരുന്നു? എന്റെ വീട്ടിലെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാർക്കാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാർക്ക് എന്നെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ബോധത്തോടെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് അറിയാത്തൊരു സ്പേസിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നപ്പോൾ ഞാൻ കുടിക്കൂല. പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല, വെള്ളം പോലും ഞാൻ കുടിക്കൂല. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ? യെസ്, വെരി മച്ച്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അവിടെ പോയി, നമ്മൾ എന്തിനാ അത് ചെയ്തു എന്നുള്ള ആളുകൾ ചോദിക്കുള്ളൂ. അല്ലാതെ അവരെന്തിനു ചെയ്തു എന്നുള്ളത് സെക്കൻഡറി ആയിരിക്കും എപ്പോഴും. പിന്നെ ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മളാണെന്നുള്ള സാധനത്തിലേക്ക് ആയിരിക്കും ആൾക്കാർ പറയുക എപ്പോഴും. അപ്പം സേഫ്റ്റി ഇഷ്യൂസ് കാരണം ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാം യൂസ് ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ട്, എന്തൊക്കെയോ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ഞാൻ കുറെ കേൾക്കുന്നതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, ലൈക്ക് ദേ നോ മീ. അപ്പം വേറൊരാള് അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ തിരുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ബോദർ ചെയ്യാൻ പോകണ്ടെന്ന് പറയാം. ഏറ്റവും വിയേർഡസ്റ്റ് ആയിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ള സംഭവം എന്താ? ഡ്രഗ് യൂസ് ചെയ്യാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പണ്ട് കഞ്ചാവാണെന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. പിന്നെന്താ, പിന്നെ ഞാൻ ആക്ച്വലി എനിക്ക് തൈറോയിഡ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. അപ്പൊ ഏതൊരു ദിവസം ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ വളരെ കാഷ്വൽ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വയറൊക്കെ ചാടി ബീറടിയൊക്കെ കുറയ്ക്കണം എന്ന്. അതൊക്കെ അറിയ പോലും ഇല്ല ഞാൻ ബീറടിക്കുന്നുണ്ടോ ഇല്ലേ, അതൊക്കെ അറിഞ്ഞൂടാ. ലൈക്ക് എന്താണ് ഞാൻ കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെന്നൊന്നും അറിഞ്ഞൂടാ. ബട്ട് കാഷ്വൽ ആയിട്ടാണ് അത് പറയുന്നത്. പിന്നെ ഞാൻ മോഡലിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും എൻ്റെ കൂടെയുള്ള ചില കൊളീഗ്സ് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത് പോയി നിൽക്കുമ്പോൾ അവരെനിക്ക് പാസ് ചെയ്യും. അത് വളരെ ജനറൽ കാര്യമാണ്. ബിക്കോസ് മോഡലിംഗിന്റെ ടൈമിലൊക്കെ എല്ലാവരും ബോംബെ മോഡൽസ്, ബാംഗ്ലൂർ മോഡൽസിനൊക്കെയാണ് നമ്മൾ എക്നോളജ് ചെയ്യുന്നത്, കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് ചിലപ്പം എല്ലാവരും ജെൻഡർ വൈസ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ, അല്ല ജഡ്ജ് ചെയ്യുന്നതായിരിക്കില്ല. താങ്കളും ഞാൻ നിൽക്കുമ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ വേണോന്ന് ചോദിക്കുന്ന ലാഘവത്തോടു കൂടെ തന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോ അവര് അങ്ങനെ ഉണ്ട് എനിക്ക്. അതെനിക്ക് ഇപ്പം തോന്നുന്നു ലൈക്ക് മേ ബി ലുക്സ് കാരണം ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ. ബട്ട് ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരാളെ കുറിച്ചിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒരു അലിഗേഷൻസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് അത് നമുക്ക് എന്തായാലും റിയലി ഡോണ്ട് കെയർ. കാരണം ഞാൻ ഭയങ്കര കോൺഫിഡന്റാ. അപ്പൊ ഞാനിത് ഇത്ര കോൺഫിഡന്റോടുകൂടി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇതിന്റെ താഴെ ഒരു സാധനം, ഒരു കമന്റോ ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറയാം. പക്ഷെ എനിക്കിപ്പോ എന്താ വേറിപ്പോ ഒരു ബ്ലഡ് ചെക്കപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. അല്ല, അപ്പൊ അതുകൊണ്ട് ഐ എം വെരി കോൺഫിഡന്റ്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് പറയട്ടെ എന്നുള്ള രീതിയിൽ. അതിന്റെ അല്ല, മറ്റേ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു രസം എന്ന് പറയുന്ന പോലെ അവര് കരഞ്ഞോട്ടെ. അതെ. അപ്പൊ അതെല്ലാം ഒരു സൈഡിലൂടെ പോകും. അതെ, മെറീന ഞാൻ മറ്റേ അത് ബിപിൻ പറഞ്ഞ സാധനമില്ലേ, മലയാള സിനിമ ഈ സൈഡിലൂടെയും സരോജ് കുമാർ ഈ സൈഡിലൂടെയും പോകുന്ന പോലെയാണ് ഞാൻ. ഇതെല്ലാം ഈ സൈഡിലൂടെ പോകുമ്പോ ഞാൻ ഈ സൈഡിലൂടെ ഒരു ട്രാക്ക് പിടിച്ച് ഓരം പിടിച്ച് വരാലൊക്കെ പോകുന്നില്ല, അതുപോലെ ഇങ്ങനെ ആ രീതിയിൽ അങ്ങ് പോകും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ബിസി ആയിട്ടുള്ള ഒരു ഡേയുടെ അവസാനം എങ്ങനെയാണ് മെറീനെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യുന്നത്? രാവിലെ മുതൽ നമ്മൾ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്ലാറ്റിലിങ്ങനെ കാലൊക്കെ നീട്ടിയിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു സിനിമയൊക്കെ കാണും. നല്ല ടയർഡാണെങ്കിൽ കിടന്നുറങ്ങും, നന്നായിട്ട് ഉറങ്ങും. ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞു ഇനി ഉറക്കത്തിന്റെ അംബാസിഡർ ആവും മിക്കവാറും ഞാൻ. കാരണം അത്രയും ഉറക്കപ്രിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതൊരു ഭയങ്കര ഡീറ്റോക്സ് പോലെയാണ് എനിക്ക്. കാരണം ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പേർക്ക് കിട്ടാറില്ല. എല്ലാത്തിലും ഒരു റിഫ്രഷ്. ഒരു ബാഡ് ഡേ ഉണ്ടായാൽ പോലും ഉറങ്ങി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെറ്റർ ആവുന്ന ഒരു ആളാണ്. ഞാനിങ്ങനെ കുറെ പേര് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരുപാട് നേരം ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ സോഷ്യലി ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊന്ന് ഒരു സെൽഫ് ടൈമിന്റെ ആവശ്യമുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. മെറീന കൂട്ടത്തിലുള്ള ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സെൽഫ് ടൈം ആണ് ഉള്ളത്. സോഷ്യൽ ഇന്ററാക്ഷൻസ് വളരെ കുറവാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉള്ള അല്ലെങ്കിൽ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഇവന്റുകൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമിലും കൂടുതലായിരിക്കും ഞാൻ പേഴ്സണലി ഉള്ള എൻ്റെ സ്പേസ്, എൻ്റെ സമയം. ഞാൻ എപ്പോഴും എനിക്ക് ഇപ്പം ഒരു 3 ദിവസം 4 ദിവസം വർക്ക് കഴിഞ്ഞാലും ഒരു 1-2 ദിവസം എനിക്ക് വേണ്ടി മാത്രം ഞാൻ
എൻ്റെ സർക്കിളിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ചേർത്ത് പിടിച്ച് യാത്രകളൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. അതെ. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ യാത്രകളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം യാത്ര ചെയ്യാനും മെറീനയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏറ്റവും ഫേവറേറ്റ് കമ്പാനിയൻ ആരാണ് യാത്ര ചെയ്യാൻ? സോളോ ആണോ അതോ? നിർഭാഗ്യവശാൽ സോളോ ആണ് എപ്പോഴും ചെയ്യേണ്ടി വരുന്നത്? കാരണം എന്ത് യാത്രയാണെങ്കിലും ഇപ്പൊ ചെറിയ ചെറിയ യാത്രകളെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ആവശ്യങ്ങൾക്ക് ചെയ്യാറുള്ളൂ. ബട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു ഇവന്റ് എനിക്ക് വേറൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതെന്റെ യാത്ര എന്റെ പേഴ്സണൽ യാത്രയും കൂടെ ആയിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സോളോ ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ഞാനൊരു 10 ദിവസം, ഒരു ദിവസമാണ് ഇവന്റ് എന്ന് വെച്ചാൽ ഒരു 5 ദിവസം 6 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാൻ യാത്രകൾ ചെയ്യുന്നത്. ബട്ട് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 3-4 പേര് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. നിസാബ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്, ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് എൻ്റെ ഇൻസ്റ്റ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇവരെപ്പോഴും എന്നെ ഭയങ്കര ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. ആദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൂടെയാണ് എപ്പോഴും ഞാൻ കംഫർട്ടബിൾ ആവുന്നത്. മെറീനയുടെ ഒരു പെർസ്പെക്റ്റീവില് ഒരു ഗുഡ് കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? ഫസ്റ്റ് വൺ ഒരു മ്യൂച്വൽ റെസ്പെക്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ സ്പേസ് ഉള്ള ഒരാളായിരിക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ആൻഡ് മോർ ഓവർ ഞാൻ പറയും എപ്പോഴും എനിക്കിങ്ങനെ ആർഗ്യൂ ചെയ്യുന്നതിൽ ഇഷ്ടം ഡിസ്കസ് ചെയ്യാനാണ്. സോ ഐ മോർ എ ഡിസ്കഷൻ കൈൻഡ് ഓഫ് അതിന് ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഒരു കേസിൽ ഇപ്പോൾ ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സൗണ്ട് ഉയർത്തി സംസാരിക്കാൻ ഞാൻ റൈറ്റ് ഞാൻ ചോദിക്കും എന്തിനാ ബഹളം വെക്കണമെന്ന് ചോദിക്കും. സോ ദേ ലൈക്ക് പ്രൊവോക്ഡ് ആവുന്നവരൊന്ന് സെറ്റിൽ ഡൗൺ ആവും. എൻ്റെ കമ്പാനിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിക്കുന്നത് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഡിസ്കഷൻ എന്നുള്ളൊരു സ്പേസും, രണ്ടുപേർക്കും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോടു കൂടി അതിൽ നിന്ന് മാറാനുള്ള ഒരു മൈൻഡൊക്കെ ഉള്ള ഒരാളെ ഞാൻ എന്തായാലും ചൂസ് ചെയ്യുള്ളൂ. ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് നല്ല സുഹൃത്തുക്കൾ ആണുങ്ങളാണ്. ചിലർ പറയാറുണ്ട് നേരെ ഓപ്പോസിറ്റ്, എന്റെ ഗേൾസ് ആണ് എന്റെ മെയിൻ, ഭയങ്കര ഗേൾസ് ആയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ചിലർക്ക് കൂടുതലും കംഫർട്ടബിൾ മെയിൽ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും. മെറീനയുടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ മെറീനയുടെ നല്ല സുഹൃത്തുക്കൾ ഇതിൽ ഏതിൽ പെടും? ആക്ച്വലി എനിക്ക് രണ്ട് ജെൻഡറും ഉണ്ട്. ഇപ്പോൾ നമ്മൾ തമ്മിലൊരു ഇന്റർവ്യൂല് 2-3 ഇന്റർവ്യൂസ് റിപ്പീറ്റഡ്ലി ആയപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. ഇന്ന് നമ്മൾ കണ്ടപ്പോൾ പിന്നെയും ഒരുപാട് സ്നേഹത്തോടെ സംസാരിച്ചു. ഇങ്ങനെയാണ് എന്റെ എല്ലാ റിലേഷൻഷിപ്സും കൂടുതൽ പോകുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഈ എന്റെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ജോലി ചെയ്യുന്ന മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സൗകര്യം സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ കാണുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും യാത്രകൾ പോകുന്നതും. അതിൽ കൂടുതൽ ആണുങ്ങളുണ്ട്. ബട്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സായിട്ട് ഞാൻ ഒരു 3 ദിവസം മുമ്പ് ഗെറ്റ് ടുഗെദർ വെച്ചു. അവരെ ഞാൻ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. സോ മോറോവർ എനിക്ക് 2 ടൈപ്പ് ഓഫ് ഫ്രണ്ട്സും ഉണ്ട്. ബട്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ നമ്മുടെ വർക്ക് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ ഞാനൊരു 10 ദിവസം വെറുതെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത 10 ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം 10 ദിവസം നമ്മൾ അവൈലബിൾ ആയിട്ട് പിന്നീട് ഒരു 10 ദിവസം ഭയങ്കര സീരിയസ് ആയി അവൈലബിൾ അല്ലാതെ ഇരിക്കുമ്പോൾ ആളുകൾ പരാതി പറയാറുണ്ട് മോസ്റ്റ്ലി. അപ്പം ചില ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവൾ അയർലൻഡിലാണ്, ഇന്ദു എന്ന് പറയും. ഞാൻ അവളോട് 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ സംസാരിച്ചിട്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഭയങ്കര ഡീപ്പ് ബോണ്ടാണ്.